പറ്റുന്ന എല്ലാ ദിവസവും ഫേസ് പാക്കൊക്കെ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ മടി കാരണം, അതായത് 4-5 ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് പിന്നെ അത് മിക്സ് ചെയ്ത് മുഖത്തൊക്കെ പുരട്ടി വരുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ടയേർഡ് ആകുന്നു എന്ന് പറയുന്നവർക്കാണ് ഈ ഒരു ഫേസ് പാക്ക്. ഇതിൽ നിങ്ങൾ ഒരുപാട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, ചെറിയ ചെറിയ തരികൾ പോലത്തെ മുഖക്കുരു വരാറില്ലേ, അതൊക്കെ നീക്കം ചെയ്യാനും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും എല്ലാം സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓരോ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സോ ഞാൻ ഓരോരുത്തരും ഓരോ സ്കിൻ ടൈപ്പുകാരും ജനറലി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് മുഴുവനും കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ ഡേർട്സ്, മേക്കപ്പ് ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് മുഖം കഴുകുക. സോപ്പ്, ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഹോം മെയ്ഡ് ആയിട്ടുള്ളതെങ്കിൽ അങ്ങനെ, പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് എടുക്കുമ്പം ഏറ്റവും നല്ല കട്ടിയുള്ള തൈര് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് പുരട്ടുമ്പോൾ ഒലിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കട്ടിയുള്ള തൈരാകുമ്പോൾ കുറച്ചുകൂടെ മോയ്സ്ചറൈസേഷൻ കൂടുതലാണ്. ഡ്രൈ സ്കിൻകാരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് മുഖത്തുണ്ടാകുന്ന ആ ഒരു വെളുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, ഡ്രൈനെസ് കാരണം ഉണ്ടാകുന്നത്, അതൊക്കെ നീക്കം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും തൈര് മാത്രമായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം. സ്കിന്നിനെ ഒന്ന് സൂത്തൻ ചെയ്യാനും നന്നായിട്ട് നറിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും റെഡ്നെസ്, റാഷസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സൂത്തൻ ചെയ്യാനൊക്കെ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അലോവേര ജെല്ല് മാത്രമായിട്ട് പുരട്ടി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴയുടെ നീരുണ്ടല്ലോ, ചെടിയിൽ നിന്ന് എടുക്കുന്നത്, അത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിലോട്ട് ഞാൻ 1 സ്പൂണോളം ചേർത്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനകത്ത് ആകെ കുറച്ചേ ഉള്ളൂ. ഇനി പുതിയത് വാങ്ങിച്ചാലേ നമുക്ക് ആവശ്യം പോലെ ലാവിഷായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനകത്തുണ്ടായിരുന്നത് മുഴുവനും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താരൻ അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ തലയിലും യൂസ് ചെയ്യാം കേട്ടോ. കാര്യം ഹെയർ പാക്കായിട്ടും തൈരും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ നീരും വളരെ വളരെ നല്ലതാണ്. ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും സഹായിക്കും. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഹെയറിലാണോ ഫേസിലാണോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുക. മുടിയിലായാൽ പോലും കൂടുതൽ സമയം വെച്ചിരിക്കരുത്. നമുക്ക് ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 10 മിനിറ്റ് മാത്രമേ മുഖത്ത് വെച്ചിരിക്കാനും മുടിയിലായാലും വെച്ചിരിക്കാനായിട്ട് പാടുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. മുടിയിലാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അല്ല മുഖത്താണെങ്കിൽ സാധാരണ വെള്ളം വെച്ച് കഴുകിക്കളഞ്ഞാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നപ്പം അതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. നല്ല ബാറ്റർ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ കട്ടിയാവാനായിട്ട് മാവ് പോലത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. വെറും ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കും 10 രൂപയുടെയൊക്കെ ചെറിയ ടബ് കിട്ടത്തില്ലേ തൈര്, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇത് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം വാങ്ങിയാൽ മതിയല്ലോ. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ അതപ്പം തന്നെ കഴിച്ച് തീർക്കുക. കഴിക്കാനും ഭയങ്കര നല്ലതാണ്. മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ യോഗട്ട് കേർഡൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര നല്ലതാണ്. അത് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് ഈ ഒരു ഫേസ് പാക്ക്. സോ എല്ലാ ടീനേജേഴ്സിനെയും ഹോസ്റ്റലിൽ നിൽക്കുന്നവരെയും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തത്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷേ ഹോസ്റ്റലേഴ്സിന് അങ്ങനെയല്ലല്ലോ, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കണമല്ലോ കാര്യങ്ങൾ. സോ ഇത് നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാക്ക് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കാനോ ഒന്നും പോകണ്ട. ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. 7 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ഫേസിൽ ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വെള്ളം വെച്ച് കഴുകിക്കളഞ്ഞാൽ മതി.
ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതാ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴായാലും നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്യരുത്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഫേസിലും നെക്കിലും നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്നത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈ, കാൽ, കഴുത്ത് എവിടെ വേണോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഫുൾ അപ്ലൈ ചെയ്യാനും ഉണ്ടാവും. ആഴ്ചയിൽ ഒരിക്കലും ബോഡി ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കളയുന്നത് ഭയങ്കര നല്ലതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് നിങ്ങൾ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സ്ക്രബിങ് ഇതിൽ വരുന്നില്ല. ഇതിലൊരു നറിഷ്മെൻറ്റ് പാക്ക് മാത്രമേ ഉള്ളൂ. സോ നമുക്കിത് നല്ല ഒരു നറിഷ്മെൻറ്റ് തരം. മുട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഡ്രൈനെസ് ഒരുപാട് പേർക്ക് നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം എല്ലാം മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഇത് ആഴ്ചയിൽ 2-3 ദിവസം ഒന്നും യൂസ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ ആഴ്ചയിൽ ഒരേ ഒരു ദിവസം യൂസ് ചെയ്യുക. ബോഡിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെയറിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അതല്ലാന്നാണെങ്കിൽ മുഖത്ത് ആഴ്ചയിൽ ഒരേ ഒരു ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ട്രൈ ചെയ്യുക. തൈര് നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ്. അതുകൊണ്ട് ഒരാഴ്ച നിങ്ങൾ ജോലിക്കും സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് കംപ്ലീറ്റ്ലി ടാൻ അടിച്ച് വന്നിരിക്കുകയാണ്, വെയിലേറ്റിട്ട് നല്ല ടയേർഡായിട്ടുള്ള ഫേസ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ റിമൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ഒരുപാട് കാലങ്ങൾ നമ്മൾ ഒന്നും കെയർ ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് അത് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെ റിസൾട്ട് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു കെയർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല വൈബ്രൻ്റ് ആൻഡ് ഫ്രഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ഓയിലി സ്കിൻകാരാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ല ഡ്രൈ സ്കിൻകാരാണ്, നിങ്ങൾക്ക് ഡ്രൈനെസ് മാറ്റാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. പിന്നെ തൈര് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ആവത്തില്ല. കാര്യം തൈര് നമുക്ക് സെറ്റ് ആവത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ തൈരല്ലേ. സോ നിങ്ങൾക്ക് ഈ ഒരു ഹോം റെമഡി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ ഹോം റെമഡീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നോക്കിയിട്ട് അത് മാത്രം ചെയ്ത് കൊടുക്കുക. തൈരിന് പകരമായിട്ട് നമുക്കിതിലോട്ട് തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം. പക്ഷെ ഭയങ്കര ലൈറ്റായിരിക്കും, തിന്നായിരിക്കും. അതല്ലാന്നാണെങ്കിൽ തക്കാളി നല്ല പ്യൂരിയായിട്ട് അരച്ചെടുത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മളിനി അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഫേസ് നന്നായിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം തുടച്ചെടുക്കുക. ഓവറായിട്ട് ഉണ്ടാകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം തുടച്ച് കളഞ്ഞിട്ട് ബാക്കി ചെറിയൊരു നനവോട് കൂടി തന്നെ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ സാധാരണ എന്താണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നാച്ചുറൽ ആയാലും ഓക്കെ, അതല്ല നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതായാലും ഓക്കെ. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം സ്കിൻ സൂപ്പർ ഗ്ലോയിങ് ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ആദ്യ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ ഓരോ സ്കിൻ ടൈപ്പിനും റിസൾട്ട് കിട്ടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1-2 തവണ കൂടെ ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴൊക്കെ ചെയ്യുക. എന്നാൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഡ്രൈ സ്കിൻകാർ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കണം. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടബിൾ അല്ലാത്തത് അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പറ്റുന്ന ഐറ്റംസ് നന്നായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. സ്കിൻ അടിപൊളിയായിട്ട് ഗ്ലോ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആയിരങ്ങളും ഒന്നും കൊടുത്ത് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. സ്റ്റിൽ ഇത് തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും. വാങ്ങാൻ പറ്റുമ്പോൾ വാങ്ങാം, കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കതുണ്ടെങ്കിലേ സ്കിൻ കെയർ ഉള്ളൂ എന്ന് കരുതേണ്ട കാര്യമില്ല. ഇത് വെച്ചിട്ടും നല്ല അടിപൊളി ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി വരുമ്പോൾ താനെ ഫെയ്ഡായി പൊക്കോളും. കാലക്രമേണ അത് മാറിപ്പൊക്കോളും. പക്ഷെ നമ്മൾ കെയർ ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും പാടുകൾ വരാനും കുരുക്കൾ വരാനും ഒക്കെ കാരണമാകും. പിന്നെ നമുക്കത് എത്ര കാലം എടുക്കും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ സ്കിന്നെ അടിപൊളിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. മടിയൊന്നും കൂടാതെ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.